പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന മക്കളെ, നിങ്ങളെല്ലാവരും ഹൃദയപൂർവം കർത്താവിന് നന്ദി പറയുക. ഈ ഒരു ദൈവവിളി ലഭിക്കാതെ ഈ വിടുതലിൻ്റെ, ഈ വിമോചനത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി സാധിക്കുകയില്ല. കർത്താവ് നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തത് കൊണ്ടും ദൈവവചനം കേട്ട് നിങ്ങൾ വിടുതൽ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ഈ പ്രത്യേക ദൈവവിളി നിങ്ങൾക്ക് ലഭിച്ചത്. ഇന്നേ ദിനം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് വിശ്വാസത്തോടെ, എളിമയോടെ, തുറവിയോടെ, നിഷ്കളങ്കമായ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയെ ഏറ്റെടുക്കുകയും ഇത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസാക്കി മാറ്റുകയും ഈ പ്രാർത്ഥന ലോകത്തിന് ആവശ്യമാണെന്ന് കണ്ട് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ശക്തനായ ദൈവം അതിശക്തമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് അച്ഛന് കാണാൻ സാധിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളിൽ പലർക്കും വിട്ടുമാറാത്ത പലവിധ പ്രശ്നങ്ങളുള്ളതായി നിങ്ങൾ എഴുതിയും ഫോണിലൂടെയും ഈ യൂട്യൂബിലെ കമൻറ്റ് ബോക്സുകളിലൂടെയും ഒക്കെ അച്ഛനെ അറിയിക്കാറുണ്ട്. അതിനായാണ് കർത്താവ് ഒരുക്കുന്ന 3 ദിവസത്തെ താമസിച്ചുള്ള ഡെലിവറൻസിൻ്റെ, വിമോചനത്തിൻ്റെ പ്രാർത്ഥനകൾ സെപ്റ്റംബർ 18-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് 21-ാം തീയതി ഉച്ചക്ക് 1 മണിക്ക് തീരുന്ന വിധത്തിൽ. ഇത് മറ്റ് നിയോഗങ്ങൾക്ക് വേണ്ടിയല്ല വരേണ്ടത്. ഡെലിവറൻസിന് ആഗ്രഹിച്ചു വരണം, വിമോചനം ആഗ്രഹിക്കണം. ശക്തനായ ദൈവം ലിയോ 13-ാം പാപ്പയുടെ അധികാരം ഉപയോഗിച്ച് ലിയോ 14-ാം പാപ്പ എനിക്ക് നൽകിയ ആശീർവാദത്തിൻ്റെ ശക്തിയാലും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കത്തോലിക്ക സഭയുടെ ശക്തിയാൽ മുഴുവൻ നേരവും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നടക്കുന്ന അത്ഭുത വിമോചന ധ്യാനത്തിന് വേഗം തന്നെ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകെ 100 പേർക്ക് മാത്രമാണ് താമസിക്കാനുള്ള സൗകര്യമുള്ളത് എന്ന് നിങ്ങൾ ഓർത്ത് മുൻകൂട്ടി തന്നെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചാനലിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് വേഗം തന്നെ ധ്യാനത്തിന് ബുക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവര്, ഇന്നത്തെ ഈ അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഏറ്റവും വലിയ ഡോക്ടർ, ഏറ്റവും വലിയ വിമോചകൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. ഇത് ഒരു ധ്യാനപ്രസംഗമല്ല, ഇതൊരു വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ ശുശ്രൂഷയാണ്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു തന്നെ സ്വരത്തില്, ശബ്ദത്തില് എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ്. ആയതിനാൽ ഇന്ന് ഏത് അനുഗ്രഹമാണ് വേണ്ടതെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക.
ആഗ്രഹിക്കുന്ന ഭവനത്തിൻ്റെ പണിയുടെ തടസ്സങ്ങൾ മാറാൻ, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ തടസ്സം മാറാൻ, സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ അഴിയാൻ, സ്വന്തമായി സ്വസ്ഥതയോടെ വിശുദ്ധിയോടെ ദൈവകൃപകളോടെ ജീവിക്കാനുള്ള ഒരു ഭവനം വിദേശത്തോ സ്വദേശത്തോ ഒരുങ്ങുന്നതിന് വേണ്ടി, വാടകയ്ക്ക് നല്ല വീട് കിട്ടുന്നതിന് വേണ്ടി, സ്വന്തമായി ഭവനം വാങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി, അവയുടെ എല്ലാ തടസ്സങ്ങളും ഇന്നേ ദിനം കർത്താവ് എടുത്തു മാറ്റാന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതിൻ്റെ തടസ്സങ്ങൾ മാറാൻ, അതിൻ്റെ ബന്ധനങ്ങൾ അഴിയാൻ, ജോലിയുടെ കാര്യങ്ങളിലെ പേപ്പർ വർക്കുകളും യുമായി ബന്ധപ്പെട്ട ജോലികളും വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹിച്ച് കൊടുത്തിരിക്കുന്ന വിസയും, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാകുന്ന നമ്മുടെ ജീവിതത്തോട് ചേരേണ്ട ആ ജോലി മേഖല വേഗം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും, അങ്ങനെ തലമുറകൾക്ക് ഐശ്വര്യമാകുന്ന, അനുഗ്രഹമാകുന്ന, സാമ്പത്തികമായ ഉയർച്ച ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന നല്ലൊരു തൊഴിൽ മേഖല തുറന്നു കിട്ടുവാനും, അതിൻ്റെ തടസ്സങ്ങൾ വേഗം തന്നെ നമുക്കോ നമ്മുടെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചില വ്യക്തികൾ പ്രാർത്ഥിക്കുന്നത് കച്ചവട തടസ്സങ്ങൾ, ബന്ധനങ്ങൾ മാറാനാണ്. കാരണം കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്നവര്, കടങ്ങൾ മൂലം മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തവര്, വാങ്ങിച്ച പണം തിരികെ കൊടുക്കാൻ പറ്റാത്തവര്, ലോണിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളവര്, ഒരു സഹായം കിട്ടാൻ മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, സമ്പത്തിൻ്റെ മേല് കയറിയിരിക്കുന്ന സാത്താനെയും അവൻ്റെ ശക്തികളെയും പൈശാചികമായ എനർജികളെയും നെഗറ്റീവായിട്ടുള്ള ബന്ധനങ്ങളെയും അത്ഭുതകരമായി ഇന്നേ ദിനം വിട്ടുമാറാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരം അതിനുവേണ്ടി ഉപയോഗിക്കുക, കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവ് ഈ പൗരോഹിത്യം ഈ ദൈവജനത്തിന് വിടുതൽ കൊടുക്കുവാൻ നീ ഉപയോഗിക്കണമേ. ലിയോ 14 പാപ്പ നൽകിയ ആശീർവാദവും എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അനുഗ്രഹവും ഈ ദൈവജനത്തിന് ആശ്വാസമായി, അനുഗ്രഹമായി, വിടുതലായി, ഡെലിവറൻസായി, രോഗശാന്തിയായി ഇവരുടെ മേൽ ഇറങ്ങി വരട്ടെ. കുടുംബങ്ങളിലെ കലഹങ്ങളും അസ്വസ്ഥതകളും, ജീവിക്കാനാവാത്ത വിധത്തിലുള്ള ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ, ആന്തരിക മുറിവുകൾ, ഇതിലൂടെ കടന്നു വരുന്ന രോഗങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളുടെ പിരിപിരിപ്പുകളും അസ്വസ്ഥതകളും, വാതരോഗങ്ങളും, കാല് നിലത്ത് കുത്താൻ പറ്റാത്ത വേദനകളും, മുട്ടുകാലിൻ്റെ തേയ്മാനങ്ങളും അസ്വസ്ഥതകളും, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗപീഠകൾ, യേശുവേ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഈ പ്രാർത്ഥന സ്റ്റാറ്റസ് ആക്കുന്ന, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ലോക സുവിശേഷവൽക്കരണ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും അവർക്ക് അനുഭവിക്കത്തക്ക വിധം നിന്റെ ശക്തി അവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ശത്രുദോഷങ്ങളിൽ നിന്നും, കൂടോത്തരങ്ങളിൽ നിന്നും, മന്ത്രവാദങ്ങളിൽ നിന്നും, ആഭിചാരങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും, അസൂയകളിൽ നിന്നും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ. തെറ്റായ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ. തെറ്റായ ബോധ്യങ്ങളിൽ, അറിവുകളിൽ ചെന്നുപെട്ട്, മാനസികമായും വിഷാദങ്ങളിലും ചെന്നുപെട്ട് അകാരണ ഭയത്തിലും ദുഃഖത്തിലും വീണുപോയിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ ശക്തമായ അധികാരമുള്ള നാമത്താൽ ഇന്ന് വിടുതൽ ലഭിക്കട്ടെ. ചില മക്കളുടെ, ചില കുടുംബാംഗങ്ങളുടെ മാനസിക രോഗങ്ങൾ നിമിത്തം
അവരുടെ വിഷാദ രോഗങ്ങൾ നിമിത്തം, സംശയ രോഗങ്ങൾ നിമിത്തം തളർന്നു പോയിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഉറങ്ങാൻ പറ്റാതെ, ജീവിക്കാൻ പറ്റാതെ, സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ പറ്റാതെ വേദനിക്കുന്നവര്, വിഷമിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, അവരുടെ ഏക ആശ്രയമായി ഈശോ നീ മാറുകയാണ്. മാനസിക വിഭ്രാന്തികള്, മാനസിക രോഗങ്ങള്, മരുന്ന് കഴിക്കാൻ മടിയുള്ള പീഡകള്, മരുന്ന് കഴിക്കാതിരിക്കുകയും രോഗമില്ല എന്ന് കരുതി ജീവിക്കുന്ന വിഷാദ രോഗമുള്ളവര്, സംശയ രോഗമുള്ളവര് വിടുതൽ കൊടുക്കണം. അങ്ങേക്ക് മാത്രമാണ് അവർക്ക് മോചനം കൊടുക്കാൻ സാധിക്കുക. അവർ രോഗികളാണെന്ന് തിരിച്ചറിവില്ലാത്തവര്, തങ്ങൾ രോഗികളാണ് എന്നുള്ള തിരിച്ചറിവ്, അതാണെങ്കിലാണ് ഡോക്ടറിനെ കാണാനും മരുന്ന് കഴിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ മരുന്ന് കഴിക്കാതെ, ഡോക്ടറിനെ കാണാതെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് കരുതി, എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അസഹനീയമായി തീർന്നിരിക്കുന്ന ആ പൈശാചിക പീഡകൾ, ഇങ്ങനെയുള്ളത് പൈശാചിക പീഡകളാണെന്ന് എല്ലാ ഭൂതോച്ചാടകരും അവരുടെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും സൂചിപ്പിക്കുന്നുണ്ട്. ആ മേഖലകളിലെല്ലാം കർത്താവ് ഇന്ന് വിടുതൽ നൽകുന്ന ദിവസമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ അനുദിന ഡെലിവറൻസിന്റെ കാമ്പ് ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമുക്ക് വിടുതൽ നൽകാൻ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ബൈബിളിലെ വാക്കുകളാണ്. അപ്പൊ ഇന്നേ ദിനം ഏത് മേഖലകളിലാണ് വിടുതൽ വേണ്ടത്, ഡെലിവറൻസ് വേണ്ടത്, ആ മേഖലകളിൽ സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ ദൈവത്തിൻ്റെ വചനം തന്നെയും പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക. ഇന്നേ ദിനം നമുക്ക് ലഭിച്ച വചനം ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം 17-18 വചനങ്ങളാണ്. നമ്മുടെ പലരുടെ അവസ്ഥ ജെറമ്യയുടെ പോലെ ആയിരുന്നു. ശത്രുക്കള് ജെറമ്യ ഒന്ന് വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ജെറമ്യയുടെ കൂടെ ദൈവമുണ്ടായിരുന്നു. അതിൻ്റെ തെളിവായിരുന്നു ഈ ദൈവവചനം. അതേ ദൈവവചനമാണ് ഇന്നേ ദിനം ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് അനുഗ്രഹമാകുന്നത്, അഭിഷേകമാകുന്നത്, വിമോചനമാകുന്നത്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാകുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. ഞാൻ നിന്നെ രക്ഷിക്കും. ശത്രുക്കളുടെ കൈകളിൽ, തിന്മയുടെ കൈകളിൽ, സാത്താന്റെ കൈകളിൽ, നെഗറ്റീവ് എനർജിയുടെ കൈകളിൽ നിന്നെ, നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. കടങ്ങൾക്കോ ബാധകൾക്കോ ദുഷ്ടാരൂപികൾക്കോ ശത്രുക്കൾക്കോ നിന്നെ തൊടുവാൻ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനത്തിന്റെ ആത്മവിശ്വാസത്താൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാ മക്കളും പറഞ്ഞ് ആമേൻ. ഒരിക്കൽ കൂടെ പറഞ്ഞ് ആമേൻ. ഒരിക്കൽ കൂടെ പറഞ്ഞ് ആമേൻ. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന ശക്തികളെ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ എല്ലാ സ്വാധീനങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ഉച്ചാടനം ചെയ്യുന്നു. ഈ മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന അന്ധകാര ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ
നാമത്താൽ ഞാൻ നിങ്ങളെ നിർവീര്യമാക്കുന്നു. ഇവരുടെ ഭവനത്തിൽ നിന്ന്, ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് ഉച്ചാടനം ചെയ്യുന്നു. കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് എല്ലാ തിന്മകളെയും ആട്ടിപ്പായിക്കുന്നു. ഇനിമേൽ ഇവരുടെ ഭവനത്തിലോ സ്ഥലത്തോ സ്ഥാപനത്തോ തൊഴിൽ മേഖലകളിലോ കാർഷിക മേഖലകളിലോ മത്സ്യബന്ധന മേഖലകളിലോ പ്രവേശിച്ചു പോകരുതെന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ അപകടങ്ങളും ആദിവ്യാധികളും ഉണ്ടാക്കുന്ന സകല ദുഷ്ടാരൂപികളും, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അധ്വാനത്തിന് ഫലം കിട്ടാത്ത വിധത്തില് ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും, നാശകരമായ ജീവികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു. ഈ മക്കളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തും ദൈവത്തിന്റെ ആത്മാവും കാവൽ മാലാഖമാരും കാവലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇവരുടെ ഭവനവും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും കാർഷിക മേഖലകളും പഠനോപകരണങ്ങളും തൊഴിൽ ഉപകരണങ്ങളും അനുഗ്രഹിക്കപ്പെട്ട്, വാഹനങ്ങള് അനുഗ്രഹിക്കപ്പെട്ട്, അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാൻ ഈ മക്കൾക്ക് ഇടവരുമാറാകട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതല് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയപ്പെട്ട മക്കളെ, നെയ്യാറ്റിൻകര കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം. നെയ്യാറ്റിൻകര വളാത്താങ്കര തീർത്ഥാടന കേന്ദ്രത്തില്, പരിശുദ്ധ അമ്മയുടെ അത്ഭുത പള്ളിയില്, ആ ദേശത്തുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി നടക്കുന്ന വിടുതലിന്റെ ധ്യാനത്തില് ആ പ്രദേശത്തുള്ള എല്ലാവരും പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അവരെല്ലാവരും അതിൽ പങ്കെടുക്കട്ടെ. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 18 മുതൽ 21 വരെയുള്ള ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ താമസിക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്ന് എൻ്റെ മെത്രാനും പങ്കെടുക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.